മനസ്സ് ഒരു തേൻകൂട് പോലെയാണ്. പുതിയ ആഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്ന, വാക്കുകളും സന്ദർഭങ്ങളും കൊണ്ട് നന്നായി നിലനിൽക്കുന്ന. പക്ഷേ അതിലൊരു ചെറിയ പോറൽ പോലും വന്നാൽ അത് മുഴുവൻ തളർന്നു വീഴും. ഇന്നത്തെ ജീവിതത്തിൽ മനസ്സ് തളരുന്നത് ആരും കാണുന്നില്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലനം എല്ലായിടത്തും കാണാം. ജോലിയിൽ, ബന്ധങ്ങളിൽ, സ്വപ്നങ്ങളിൽ എല്ലാം ചൂടില്ലാതെ നിശബ്ദതയായി മാറുന്നു. മനസ്സ് തളർന്നാൽ ജീവിതം തന്നെ വഴിമാറും. ഒരു നിമിഷം നാം നമുക്ക് തന്നെ ചോദിക്കാം, എനിക്ക് സന്തോഷമുണ്ടോ? അതല്ലെങ്കിൽ ഇനിയും എത്ര നഷ്ടങ്ങൾ നേരിടേണ്ടി വരും? മനസ്സ് കരുതുക, അത് നമുക്ക് വഴി ചൂണ്ടിക്കാട്ടുന്ന ദീപമാണ്. അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഓരോരുത്തരും അവരവരുടെ ജോലിക്കായി പെട്ടെന്ന് തയ്യാറാകുന്ന ഒരു സാധാരണ വീട്ടിൻ്റെ രാവിലെ. പക്ഷേ അന്ന് ഒരു ചെറിയ വാക്ക്, വ്യക്തിപരമായ ഒരു ചോദ്യമോ കുറ്റമോ, ഒരു നിമിഷം കൊണ്ട് അത് ചെറിയൊരു വഴക്കായി മാറി. ആവേശവും ദേഷ്യവും ചേർന്ന് അതൊരു ഗർജനമായി തീർന്നു. വഴക്കിന് ശേഷം ഭർത്താവ് ഓഫീസിലേക്കുള്ള യാത്രക്കിറങ്ങുന്നു. പക്ഷേ മനസ്സിൽ സ്വപ്നങ്ങളല്ല, ആകെയുള്ളത് ദേഷ്യവും കുഴപ്പവുമാണ്. ഓഫീസിലെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഒരു ഫയൽ തുറക്കുന്നൊരിക്കൽ കണ്ണുകൾ നോക്കുന്നത് മടങ്ങി നോക്കിയ ഭാര്യയുടെ കണ്ണുകളാണ്. അവൾ പറഞ്ഞുപോയ വാക്ക് ആളുകൾ ഇടവേളകളിൽ പറയുന്ന കലിയല്ല, അതൊരു അഗ്നിശലഭമായിരുന്നു. അവൻ്റെ പ്രകടനത്തെ അത് താഴെയാക്കി. അവൻ്റെ മാനേജർ പറഞ്ഞു, "ആർ യു ഓക്കെ? യു ഡോണ്ട് സീം ലൈക്ക് യുവർ സെൽഫ് ലേറ്റ്ലി." ഇത് ജോലി മാത്രമല്ല, ജീവിതത്തെ തന്നെ തകർക്കുന്ന മൗനമായി തീർന്നു. ആഴ്ചകൾക്ക് ശേഷം ഓഫീസിൽ അപ്രൈസൽ റിവ്യൂ. പക്ഷെ പെർഫോമൻസ് റിവ്യൂവിൽ കുറവ്. ഇൻക്രിമെൻ്റ് കിട്ടിയില്ല, ബോണസ് പോയി, പ്രമോഷൻ നീട്ടി. ഒരു വീട്ടിലെ വഴക്ക് ആ വീട്ടിൻ്റെ സാമ്പത്തികം തന്നെ മാറ്റിയിരിക്കുന്നു. മറ്റൊരു വീട്ടിൽ ഒരു സാധാരണ ജോലിക്കാരൻ വളരെ കഷ്ടപ്പെട്ട് ഒരു ഷോപ്പ് തുടങ്ങി. പക്ഷേ ഒന്നും ശരിക്ക് നോക്കി നടത്താൻ പറ്റുന്നില്ല. മനസ്സിലെപ്പോഴും ഒരേ ചിന്തകൾ മാത്രം. മെല്ലെ മെല്ലെ ബിസിനസ്സും നഷ്ടമായി. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. വീട് പോയി, എല്ലാം പോയി. മറ്റൊരു സ്ഥലത്ത് ഒരു മെയിൻ്റനൻസ് ജോലിക്കാരൻ വലിയൊരു കോണിയിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു. മനസ്സിലിപ്പോഴും അതേ വഴക്ക് ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ്, മനസ്സിലെന്തൊക്കെയോ മിന്നിമറിഞ്ഞു. അപകടം, ഒരു ജീവൻ പോയി. ആ മരണം തുടങ്ങിയത് ഒരു ചെറിയ വഴക്കായിരുന്നു. എല്ലാവരുടെയും കണ്ണിൽ അതൊരു ആക്സിഡന്റ് മരണം. ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ സാധാരണ ജീവിതം നയിക്കും. നഷ്ടം ആർക്കാണ്? നഷ്ടപ്പെട്ടത് ആർക്കാണ്? വഴക്കുകൾ പലതും നമുക്ക് നീതി തോന്നിക്കാം. പക്ഷെ അതിൻ്റെ വില, ഏതൊരു വഴക്കും നഷ്ടം നമുക്ക് തന്നെയാണ്. ഒന്നും കാണില്ലെങ്കിൽ പോലും മനസ്സിനുള്ളിൽ മൂടൽ മഞ്ഞ് പടരുന്നു. അത് നമ്മെ തളർത്തും. അതിനാൽ നമുക്ക് തിരിച്ചു വരാം സമാധാനത്തിൻ്റെ വശത്തേക്ക്.